ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബുഷ് കിറ്റ് മാറ്റാനുണ്ട്, ഫ്രണ്ട് ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഷോക്കപ്പ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു സൈഡ് ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ഈ 3 കേസാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ് എഞ്ചിനിലുള്ളത്, അപ്പോൾ നമുക്ക് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഷോക്ക് അസംബ്ലി നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്, അത് മാറ്റണം. കൂട്ടത്തിക്കടെ നമുക്ക് ഈ ലിങ്കിൻ്റെ ബുഷുകളാണ് കംപ്ലൈൻ്റ് ഉള്ളത്, ആ ലിങ്ക് ബുഷും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കാം. അപ്പോൾ നിലവിൽ നമുക്ക് ഫ്രണ്ട് ഭാഗം ഇത്രയും ഭാഗം അഴിച്ചാലാണ് നമുക്ക് ഈ പറഞ്ഞ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റ് പാർട്സുകളുടെയും സർവീസ് ചാർജ് അടക്കം എത്ര വരുന്നതെന്നൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഹാൻഡിലിൻ്റെ ഈ ഭാഗത്ത് വരുന്നൊരു ബെയറിംഗ് ഉണ്ട്, ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു ബെയറിംഗ് ഉണ്ട്, അത് പൊടിക്ക് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്ത് നമുക്കൊരു പാളൽ പോലെ ഫീൽ ചെയ്യുന്നത് ആ ബെയറിങ്ങിൻ്റെയാണ്. കോൺസെറ്റ് എന്ന് പറയും. കോൺസെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടുള്ളൊരു ചെറിയൊരു പാളിച്ച വണ്ടിക്ക് ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അതും കൂടി കൂട്ടത്തിക്കിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് കോൺസെപ്റ്റ് മാറ്റമല്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ബെയറിംഗ് ആണ്. അത് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്, പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഇപ്പം നമ്മൾ ലിങ്ക് ബുഷ് സെറ്റ് മാറ്റുന്നുണ്ട്, ഫ്രണ്ട് ഷോക്ക് അസംബ്ലി മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓയിലിന് വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓയിൽ അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ അതിൻ്റെ സർവീസ് ഫിറ്റിംഗ് ചാർജൊക്കെ അടക്കമുള്ള എസ്റ്റിമേറ്റാണ് വാട്സാപ്പിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ.